ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കൊടുങ്ങല്ലൂർ ഒരു കല്യാണം പാർട്ട് 3 ആ കോഴിക്കോടൊക്കെ ഉണ്ടായത് അവരുടെ തന്നെ കേട്ടോ. അപ്പം റിസപ്ഷൻ കേട്ടോ. അപ്പം അതിൻ്റെ പാർട്ട് 3 കേട്ടോ ഞാൻ കാണിക്കുന്നത്. ദർബാ ഹാളിലായിരുന്നു കൊടുങ്ങല്ലൂർ. അപ്പം ഞങ്ങളെല്ലാവരും ഇങ്ങനെ വന്ന് ഞങ്ങൾ ഇത്തിരി നേരം വൈകിട്ട് വരാൻ. പിന്നെ ചെക്കൻ്റെയും പെണ്ണിൻ്റെയും സ്റ്റേജിലേക്ക് കയറ്റണ ഭാഗമൊന്നും ഞങ്ങൾക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ എന്നെക്കൊണ്ട് പറ്റണ വീഡിയോസുകളൊക്കെ ഞാൻ എടുത്തു, കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോൾ തന്നെ കുറച്ചുണ്ടായുള്ളൂ, പിന്നെ അങ്ങോട്ട് കൂടിയ ആൾക്കാർ. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങോട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു ഇതൊന്നും കിട്ടിയില്ല. എടുച്ചാൽ ഇടയ്ക്ക് ഷെയ്ക്കാവുന്നുണ്ടേ, ഇങ്ങനെ ആൾക്കാരിങ്ങനെ തട്ടിയും ഇതൊക്കെ ആയിട്ടമ്മ. അതുകൊണ്ട് എനിക്കങ്ങനെ എന്നെക്കൊണ്ട് പറ്റണത് ഞാൻ എടുത്ത്. അപ്പം അതൊക്കെ കഴിഞ്ഞ് അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് പിന്നെ ഞങ്ങൾ ഫോട്ടോസ് ഷൂട്ടൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കാൻ പോകട്ടാ. ഭക്ഷണം പിന്നെ പറയണ്ട, അത്രയും അടിപൊളി ഭക്ഷണമായിരുന്നു. അവിടുത്തെ ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം അന്നത്തെ കപ്പിൾസ് തന്നെയാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ. അപ്പം അവരുടെ തന്നെ. അപ്പം ഇങ്ങനെ ഞങ്ങൾ ആദ്യം പോയപ്പോൾ ഞാൻ പ്ലേറ്റൊക്കെ എടുത്ത് കണ്ടു. ഞാൻ പറഞ്ഞില്ല, ഷെയ്ക്കാവുന്നുണ്ട്, കാരണം എൻ്റെ കയ്യിൽ ഫോണും ഈ പ്ലേറ്റും ഇങ്ങനെ ഇതൊക്കെ എടുക്കണ കാരണം കുറച്ച് ഇതൊക്കെ ഉണ്ട് കേട്ടോ, മിസ്റ്റേക്കുകൾ. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പം ഇതേ ഞാൻ ഗീ റൈസും മട്ടനും കറിയാണ് ഞാൻ എടുത്തത്. പിന്നെ നല്ല തിരക്കുണ്ടല്ലോ, അപ്പം കിട്ടുന്ന സ്ഥലത്ത് ഞങ്ങൾ പോയിരുന്നു. പിന്നെ ഇവിടെ നാടൻ തട്ടുകട കേട്ടോ. ഇവിടെ അത് മസാല ദോശ അങ്ങനത്തെ കാര്യങ്ങൾ, ഈ സെറ്റിങ്സ് തന്നെ അറേഞ്ച് ചെയ്തതൊക്കെ ആയിട്ടുണ്ട് അല്ലേ, കാണാൻ നല്ല ഇതുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കുറേ ഇതുപോലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരെയൊക്കെ കണ്ട് സംസാരിച്ച് കുറച്ച് നേരം. പിന്നെ അങ്ങോട്ട് സൂപ്പുകളുണ്ട്, പലതരം സൂപ്പുകൾ, ചിക്കൻ സൂപ്പ് അങ്ങനത്തെ ഒക്കെ സൂപ്പുകളുണ്ട്. അതും അതേട്ടോ, അടിപൊളിയായിരുന്നു എല്ലാതും അത്. പിന്നെ ഈ പറഞ്ഞ ഫുഡൊക്കെ ഇത് ഇനി ഫുഡിൻ്റെ സെക്ഷൻ കേട്ടോ ഇനിയുള്ള കാണിക്കുന്നത്. അങ്ങനെ എന്തായാലും അടിപൊളി കല്യാണമൊക്കെ ആയിരുന്നു. ഇതോടുകൂടി ഞങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ടാ. എനിക്ക് ബാക്കിയുള്ളതൊന്നും കാണിക്കാൻ പറ്റിയില്ല, നേരവും വൈകി ചെന്നപ്പോഴൊക്കെ. അതുകൊണ്ട് പിന്നെ എനിക്ക് പറ്റിയില്ലത്. ഫിഷൊക്കെ ഉണ്ട്, പലതരം ഫിഷുകളുണ്ട്. ഞാൻ ചെമ്മീനും ഇറക്കിയൊക്കെ ഉണ്ട് ഞാനും കൂട്ടിയൊക്കെ. കണ്ടില്ലേ തിരക്ക് അവിടുത്തെ. പിന്നെ ഇവിടുത്തെ ഡെക്കറേഷനൊക്കെ കണ്ട് എന്ത് രസമാണ്. പുഡിങ്ങിൻ്റെ അവിടെയും പലതരത്തിലുള്ള ജ്യൂസും ആ സെക്ഷൻ ഇട്ട. പിന്നെ ചോക്ലേറ്റ് അങ്ങനത്തെ ഐറ്റംസുകൾ ഉണ്ടായി, കപ്പ് കേക്കൊക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ല, ഇവിടുത്തെ ഡെക്കറേഷൻ കണ്ട നല്ല രസമുണ്ട്. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ, ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ട്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ കുറച്ച് ഷൂട്ടുകളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പായസവും അതൊക്കെ പിന്നെ പായസം ഞാൻ കുടിച്ചില്ല, ചായയൊക്കെയാണ് ഞാൻ കുടിച്ചത്. അപ്പം ഈ ഭാഗത്ത് ഐസ്ക്രീം, പിന്നെ ഇതും അതട്ട നല്ല രസം ഇങ്ങനെ ചെയ്തത് കാണാനും. അപ്പം ഈ ഭാഗത്ത് ചായയുടെ സെക്ഷൻ കേട്ടോ. അങ്ങനെ എല്ലാവരെയും ഇങ്ങനെ കണ്ട് എല്ലാ ഭാഗങ്ങളും പറ്റുന്ന ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്ത്. പിന്നെ ഇത് ഇവിടെ എന്ന് വെച്ചാൽ പലതരത്തിലുള്ള കട്ടൻ ഇങ്ങനെ മറ്റേ മസാല ചായ അങ്ങനെയൊക്കെ ഇല്ലേ, ആ ഭാഗത്താണ് കേട്ടോ. പിന്നെ ഈ ഭാഗം നിൽക്കി കണ്ടപ്പോൾ ഞാൻ എടുത്തത് കേട്ടോ, നല്ല രസമുണ്ടല്ലേ. ഈ ഭാഗത്തൊക്കെ കുറച്ച് ഫോട്ടോഷൂട്ടുകളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് വെള്ളപ്പവും പത്തിരിയും ആ സെക്ഷൻ ഇട്ടത്. പിന്നെ ഫുഡ് കഴിക്കണ ഭാഗവും ആ ഭാഗത്താണ്. അപ്പം ഇവിടെ വന്നപ്പോഴും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇഷ്ടംമാതിരി കുറേ ഉണ്ട് കേട്ടോ. അത് ഇങ്ങനെ കുറേ ഒന്നും ഞാൻ പിന്നെ എടുക്കാനൊന്നും എനിക്കങ്ങനെ പറ്റിയില്ല. ഞാൻ പറഞ്ഞില്ല, തിരക്കുകൊണ്ടും കാര്യങ്ങൾ. പിന്നെ ഇത് ചെമ്മീൻ ഫ്രൈ ചെയ്യണ കേട്ടോ, അതും അതട്ട് അടിപൊളിയാണ്. പിന്നെ ഇതാണ് ഭക്ഷണം കഴിക്കണ വേറൊരു സ്ഥലം. ഇവിടെ അതട്ട ഡെക്കറേഷനൊക്കെ പക്ക അടിപൊളിയാണ് കാണാനൊക്കെ. അപ്പം ഞാൻ അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് എനിക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഫ്രൂട്ട്സ് കൊണ്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിക്കണ്ട്. എന്ത് ഭംഗിയാണ്, നല്ല കളർഫുള്ളും കണ്ട നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഞാനതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. കഴിക്കാനും അതൊക്കെ ടേസ്റ്റ് ഉണ്ട്.
മാങ്ങയും അങ്ങനത്തെ ഉപ്പിലിട്ട മാങ്ങയൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ അതൊക്കെ. അവരുടെ ഡെക്കറേഷനൊക്കെ അടിപൊളിയായിരുന്നു കാണാൻ. നമുക്ക് ക്യൂട്ട് അല്ലേ കാണുമ്പോൾ തന്നെ. പിന്നെ ഞങ്ങൾ ഇവിടെയൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ പരിപാടിയൊക്കെ കാണാൻ വന്ന്. ഇവിടുത്തെ സ്റ്റേജും പിന്നെ പറയണ്ടല്ലോ, അത്രയും ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എല്ലാവരും ഡ്രസ് കോഡ് റെഡായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞും ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ അവിടെ വന്നപ്പോൾ ഇവിടെ അതട്ടാ ഒരു ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഒരുക്കിയതും അതൊക്കെ ഒന്ന് എടുത്ത് ഞാൻ. അങ്ങനെ ഹാളൊക്കെ അടിപൊളിയായ ഹാൾ തന്നെ ഉണ്ടാ. പിന്നെ ഇവിടെ മുന്നൊക്കെ എല്ലാവർക്കും എനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കല്യാണം, ഞാൻ വന്നിട്ടൊക്കെ ഉണ്ട്. പിന്നെ അങ്ങ് തിരിച്ച് പോവാണ് വീട്ടിലേക്ക്. അപ്പം അടിപൊളി കല്യാണമൊക്കെ ആയിരുന്നു, എല്ലാവരെയും കണ്ട്. അങ്ങനെ എന്തായാലും കല്യാണമൊക്കെ കൂടുമ്പോൾ ഒരു രസമൊക്കെ തന്നെയല്ല, നമുക്ക് ഫാമിലീനെയും മറ്റുള്ളവരൊക്കെ കാണാനും ഒക്കെ ഇഷ്ടമാണല്ല. അങ്ങനെ ഞങ്ങൾ പോവും കേട്ടോ തിരിച്ച്. പിന്നെന്താ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയട്ടാ. നിങ്ങൾ ഈ ഹാളിലൊക്കെ വന്നിട്ടുണ്ടാ എന്താണെന്നൊക്കെ കമൻറ്റ് ചെയ്യണ്ട. അപ്പം അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ദാഹിക്കണമെന്ന് പറഞ്ഞിട്ട് വാപ്പോട് ഞാൻ പറഞ്ഞ് ഇവിടെ ഇറങ്ങിയത് 12-ട്ടാ. മഴ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റാണ്. അപ്പം ഇവിടെ അതട്ടാ ഇങ്ങനെ അവിടുത്തെ ലൈറ്റുകളൊക്കെ കണ്ടപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. അപ്പം ഞാൻ അവിടെ നിങ്ങൾക്ക് എടുത്തത് കേട്ടാ. അപ്പം നല്ല ഇതായിരുന്നു കേട്ടോ. നമുക്ക് ജ്യൂസ് കുടിച്ച് അവിടെ പാട്ട് കേട്ട് ജ്യൂസ് കുടിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി പാട്ടുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവർ. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് എടുത്തത് കേട്ടോ നിങ്ങൾക്ക്. കണ്ടില്ലേ, ഇവിടുത്തെയും ലൈറ്റും കാര്യങ്ങളൊക്കെ രസം തന്നെ ആയിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇരുന്ന്. അങ്ങനെ ക്യാരം ബോർഡ് വേണമെങ്കിൽ കളിക്കുക, ടൈം പാസിന് വേണമെങ്കിൽ വരുന്നവർക്കൊക്കെ അങ്ങനത്തെ ഇതുണ്ട്. അപ്പം അസ്സലാമു അലൈക്കും.